ഹലോ ചിലർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് എങ്ങനെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മൊബൈലിൽ കൂടെ തന്നെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. എല്ലാവരും ഷോർട്സ് ചുമ്മാ വലിച്ചു വാരിയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇടുന്നത് എന്ന് നോക്കാം. അത് നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ ചാനൽ ഏതാണോ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും സെൻറ്ററിൽ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ, ക്രിയേറ്റ് ഷോർട്സ്, അങ്ങനെ കുറേ ഓപ്ഷൻ കാണും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്നെടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്തും എഡിറ്റ് ചെയ്യാൻ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ചെയ്യാനാണെങ്കിൽ, ഫിൽറ്റർ മാറ്റാനാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടായാലും നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ തന്നെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഷോർട്സിനും ഒരു തംബ്നെയിൽ അത്യാവശ്യമാണ്. എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ട് വേണം വരാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് തംബ്നെയിൽ ഉണ്ടാക്കി നിങ്ങളുടെ വീഡിയോയിൽ ഒരു ഉൾപ്പെടുത്തുക ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 0.1 സെക്കൻഡ് രീതിയിലൊരു ഫോട്ടോ കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പാർട്ടായിരിക്കും നമ്മൾ തംബ്നെയിലായിട്ട് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാർട്ട് ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ച പോലെ വെച്ച് നമുക്ക് തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തംബ്നെയിലുമായിട്ട് ഒരു ബന്ധമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നമ്മുടെ ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. ടൈറ്റിൽ ജസ്റ്റ് ഷോർട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ അത് എന്ത് വീഡിയോ ആണോ ആ വീഡിയോക്കുള്ള ടൈറ്റിൽ കൊടുത്ത് 2 ഹാഷ്ടാഗും കൊടുക്കുക. ഇവിടെ ഞാൻ ഷോർട്സ് എന്നും അതുപോലെ ഷോർട്സ് ഫീഡും എന്നൊരു 2 ഹാഷ്ടാഗാണ് ഞാൻ കൊടുത്തത്. കാരണം അത് ഇച്ചിരി പോപ്പുലറിൽ നിൽക്കുന്ന ഹാഷ്ടാഗ് ആയതുകൊണ്ടാണ് അത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഈ വിസിബിലിറ്റി ഒന്നുള്ളത് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങളിടുന്ന ഷോർട്സ് വേറൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ഷോർട്ട് എന്നുള്ള കാര്യത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് ഇറങ്ങി നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ ആ ഒരു എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതും അവിടെ കാണും. അവിടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാം. ഷോർട്സിന് റിലേറ്റഡും പിന്നെ നിങ്ങൾ എന്താണ് വീഡിയോ ഇട്ടേക്കുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കീവേഡ്സ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ഇട്ട് പോവുക. കോമ ഇട്ടോ അല്ലാത്ത രീതിയിലോ ഇട്ടാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആണ്. സോ അങ്ങനെ ഇടാൻ പാടില്ല, വീഡിയോക്ക് ഇഷ്യൂസ് വരും. അപ്പോൾ നിങ്ങൾ അതുപോലെ ടാഗ്സും കീവേഡ്സും ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ആഡ് ചെയ്യുക. താഴെ നിങ്ങൾക്ക് അല്ലാതെ വീഡിയോയുടെ ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വേണ്ട ആ ഒരു ഒത്തിരി ടാഗൊന്നും വലിച്ചു നീട്ടി കൊടുക്കണ്ട. കാരണം ടാഗ്സിന് വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ഷോർട്സിനും ലോങ് വീഡിയോസിലും ഇല്ല. സോ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുക. കാരണം അത്രയും നേരം ഈ സമയം എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്കുള്ള വ്യൂസ് വരുന്നുണ്ട്. പിന്നെ കാണുന്നവർക്ക് വേറൊരു ചിന്ത കാണും, എന്നിട്ട് നിനക്ക് വ്യൂസ് ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം. ഞാനും ഇപ്പോൾ തുടങ്ങിയ ഒരാളാണ്. സോ ഞാൻ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നതും എന്നേലും രക്ഷപ്പെട്ടെ എന്നുള്ളൊരു രീതിക്കാണ്. കാരണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ആദ്യമൊന്നും വ്യൂസ് കാണില്ല, പിന്നെ കയറി വ്യൂസ് ആയിക്കോളും, ടെൻഷനൊന്നും വേണ്ട. ഞാൻ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതായാലും ഞാൻ ഫോളോ ചെയ്യുന്നു. എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, അത്ര തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വീഡിയോ വേണ്ടിയാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ഗസ്.